ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ആദ്യം. തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സുതാര്യമായെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് അവതരണം ഉണ്ടായാൽ ഡൽഹിക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന നിർദ്ദേശം നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ഫെബ്രുവരി 5-നാണ് 70 സീറ്റുകളിലേക്കുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ 3-ാം ദിവസം വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം ഈ മാസം 17-ഉം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 20-ഉമാണ്. 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. We will start, it's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th. And counting is 8th. And 5th again we have very deliberately kept Wednesday. क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें, इसलिए इस बार भी महाराष्ट्र की तरह हमने इसको वेडनेसडे में रखा है. एंटायर इलेक्शन प्रोसेस आफ्टर काउंटिंग विल बी कंप्लीट by 10th. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ കൃത്രിമം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന ആരോപണങ്ങൾ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തള്ളി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമെന്നും രാജീവ് കുമാറിന്റെ പ്രതികരണം. EVMs are foolproof devices for counting. Allegations of tampering are baseless. We are not saying. We are speaking now because we don't speak when elections are on. And I want to clarify this so that it remains. Questions are not asked. When asked, at least you are all equipped to check them before writing. കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്തരുതെന്നായിരുന്നു ആരോപണങ്ങൾക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയത്. വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ബജറ്റ് അവതരണമുണ്ടായാൽ ഡൽഹിക്ക് മാത്രമായുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തരുതെന്ന് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആർ അച്യുതൻ, 24 ഡൽഹി.